പൊളിറ്റിക്കലി ഇതേപോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ മേക്കേഴ്സ് കീപ്പ് ചെയ്യേണ്ട ഒരു സാമാന്യ മര്യാദ എന്താണ്? പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ എല്ലാ പടത്തിലും ഈ പഞ്ചാന്തരം കഥ പോലെ അവസാനം ഒരു മോറൽ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഗുഡ് എൻഡിങ് വേണമെന്നും പറയാൻ പറ്റില്ല. അതൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ നമ്മളുടെ ഇതുപോലെ. പക്ഷേ നമ്മളൊരു ആശയം പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ആശയമാവരുത് എന്ന് ശ്രദ്ധിക്കണം. അതായത് അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു മീഡിയമാണിത്. നമ്മളുടെ വേർഷൻ ഓഫ് ഒരു കാര്യം പറയാം എന്നുള്ളതല്ലാതെ എനിക്ക് പ്രൊപ്പഗണ്ട സിനിമകളോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത് ഒരു ആശയം ക്യാപ്സ്യൂൾ പരുവത്തിൽ വായിലേക്ക് തള്ളി കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ അത് വിഴുങ്ങാനും പറയുന്നു എന്നുള്ളതാണ് ഈ പ്രൊപ്പഗണ്ട സിനിമകളോടുള്ള എൻ്റെ. അല്ലാണ്ട് അതിനകത്തുള്ള ഫിലിം മേക്കിംഗ് നല്ലതാണെങ്കിൽ ആസ്വദിക്കുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു സിനിമയിൽ നമ്മളിങ്ങനെ പൊളിറ്റിക്കലൊക്കെ ആയിട്ടുള്ളൊരു ആശയം പറയുന്നുണ്ടെങ്കിൽ അത് പരമാവധി നിഷ്പക്ഷവും അതായത് സത്യസന്ധവുമായിരിക്കണം എന്നുള്ളതാണ്. എന്നൊരു ഫിക്ഷൻ ചെയ്യുമ്പോൾ എത്രമാത്രം സത്യസന്ധനാകാൻ പറ്റും ഡയറക്ടർ? അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ഫിക്ഷൻ ആണെങ്കിൽ പോലും ഇപ്പം ഫിക്ഷൻ എന്ന് നമ്മൾ പറയുന്ന പോലും തെറ്റായ ആശയം കൊടുക്കാതിരിക്കാൻ പറ്റുമല്ലോ. സിനിമകളുടെ പേര് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ സമീപ ഭാവിയിൽ നോർത്തിൽ നിന്ന് വന്ന ചില സിനിമകൾ കൃത്യമായി ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത സിനിമകളാണ്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട്, ഇപ്പം എന്നെ സംബന്ധിച്ചിട്ടോ ടൊവിയെ സംബന്ധിച്ചിട്ടോ ഇതിൻ്റെ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിട്ടോ നാളെ ഇലക്ഷൻ നിൽക്കാൻ പോകുന്ന ആൾക്കാരല്ല നമ്മൾക്ക് അങ്ങനെ വിദൂര ഭാവിയിൽ പോലും അങ്ങനെ ഒരു സാധനമില്ല. എന്നാൽ നമ്മളിൽ പറയുന്ന നന്മ എന്ന് പറയുന്നത് ആദിവാസികൾക്ക് നീതി കിട്ടിയിട്ടില്ല. കാലങ്ങളായി സമരം ചെയ്യുകയാണ്. ഇപ്പോഴും അവർ കാട്ടിൻ്റെ അകത്ത് തന്നെ മൃഗങ്ങളെ പോലെ താമസിക്കുകയാണ്. കാരണം ആർള ഫാമിലിൻ്റെ പരിസരത്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ കാണുന്നതാണ്. ആന ചവിട്ടി കൊല്ലുന്ന ദമ്പതികൾ, കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരമില്ലാതെ ഇപ്പോഴും വലയുന്ന കുട്ടികൾ, ഇത് അറിയുന്ന കാര്യമാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോറൽ ഓഫ് ദ സ്റ്റോറി ഈ സിനിമയുടെ. അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ആ ഡിസ്കഷനിലേക്ക് എത്തി എന്നുള്ളത് ഈ സിനിമയുടെ മറ്റൊരു തരത്തിലുള്ള വിജയമാണ്. അത് നമ്മൾ പരിപാടി സത്യസന്ധമായോണ്ടാണ്. മറ്റേത് ഈസിയാണ് നിഷേട്ടാ. ഒരു രാഷ്ട്രീയ പാർട്ടിയെ, ഒരു വ്യക്തിയെ ഇതൊക്കെ ഇതിലേക്ക് വലിച്ച് നമുക്ക് 4 ഷോട്ട് എടുത്താൽ മതി. നമുക്ക് പ്രൊപ്പഗണ്ട സിനിമകൾ ചെയ്യുന്നവർ തന്നെ പരമാവധി അത് അങ്ങനെയാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് നമുക്കത് ആസ്വദിക്കുകയും ചെയ്യാം. നമ്മൾ കണ്ടിട്ടുള്ള പല ഹോളിവുഡ് സിനിമകളിലും നല്ല പ്രൊപ്പഗണ്ട സിനിമകളാണ്. അതിന്റെ ഫിലിം മേക്കിംഗ് ഒക്കെ ടൊവി തന്നെ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സിന്റെ ക്ലൈമാക്സ് ഹിറ്റ്ലറെ കൊല്ലുന്ന തരത്തിലുള്ള കോൺസെപ്റ്റാണ്. ഹിറ്റ്ലറെ കൊല്ലാൻ ആഗ്രഹമുള്ള ഒരു ഫിലിം മേക്കർ അതിന്റെ പറയുന്നത്. കുറച്ചധികം ഹോളിവുഡ് സിനിമ കണ്ടു കഴിഞ്ഞാൽ വിയറ്റ്നാം വാർ അമേരിക്ക ജയിച്ചു എന്നല്ലേ തോന്നുള്ളൂ. സത്യം.